നമസ്കാരം. റോഡുകളിൽ മുഴുവൻ വാഹനാപകടത്തെ തുടർന്നുള്ള ചോര പൊടിയാണ്. 13 വയസ്സ് മാത്രം പ്രായമുള്ള 4 പെൺമക്കളാണ് കല്ലടിക്കോട്ടെ റോഡരികിൽ ചതഞ്ഞു മരിച്ചത്. ഒരു തെറ്റും ചെയ്തതിൻ്റെ പേരിലല്ല അവർ മരിച്ചത്. ചിരിച്ചും കളിച്ചും റോഡരികിൽ വർത്തമാനം പറഞ്ഞു നിൽക്കുമ്പോൾ നിയന്ത്രണം വിട്ട ഒരു ചരക്ക് ലോറി അവരുടെ മേലേക്ക് മറിയായിരുന്നു. ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ ആ വാർത്ത കണ്ടും കേട്ടും നമ്മുടെ മനസ്സ് വല്ലാതെ നീറുന്നുണ്ട്. പക്ഷേ അതെത്ര നാളുണ്ടാവും? മറ്റൊരു വാർത്ത വന്നു കയറുന്നതോടുകൂടി ആ സഹോദരിമാരുടെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒഴികെ എല്ലാവരും ഒന്ന് മറക്കും. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം റോഡ് അപകടങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമോ? ഈ അടുത്ത കാലത്ത് തന്നെ ഇതുപോലുള്ള എത്ര അപകടങ്ങളാണ് തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത് 5 പേരാണ്. തൊട്ടു മുമ്പ് തൃശ്ശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടന്ന നാടോടികൾക്ക് മുകളിലൂടെ ഒരു ലോറി പാഞ്ഞു കയറി മരിച്ചത് വേറെ 5 പേര്. ഈ കൂട്ടമരണങ്ങൾ മാത്രമാണിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനേക്കാളേറെ വാഹനാപകടം മൂലം നടക്കുന്ന അപകട വാർത്തകളൊക്കെ നമ്മൾ പത്രത്തിൽ കാണുന്ന സമയത്ത് നിസ്സാരമായിട്ട് അതൊന്ന് വായിച്ച് നോക്കാൻ പോലും തയ്യാറാവാതെ മറിച്ചു വിടുകയാണ്. ഏറ്റവും വലിയ പ്രശ്നം മറ്റൊരാൾക്ക് സംഭവിക്കുന്ന ഇത്തരം അപകട മരണമോ അതല്ലെങ്കിൽ ആക്സിഡൻറ്റുകളോ തന്നിലേക്ക് വരില്ല എന്നൊരു ധാരണയോടുകൂടി വാഹനം ഓടിക്കുന്നവരും അതുപോലെ തന്നെ റോഡ് മുറിച്ച് കടക്കുന്നവരും ഒക്കെ കരുതുന്നതുകൊണ്ടാണ്. മഹാഭാരതത്തിൽ യുധിഷ്ഠിരൻ പറഞ്ഞതുപോലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ലക്ഷക്കണക്കിന് ആളുകൾ തൻ്റെ ചുറ്റും മരിച്ചു പോകുന്നത് കാണുന്ന സമയത്തും ഇത് തനിക്ക് ബാധകമല്ലെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യൻ്റെ മനോഭാവമാണ് ഏറ്റവും വലിയ അത്ഭുതം. ഞങ്ങളിപ്പോൾ നടത്തിയ ഇന്ത്യ യാത്രയിൽ 22,000-ഓളം കിലോമീറ്റർ ഓടിത്തീർന്നപ്പോൾ വാഹനത്തെ നയിച്ച നാസറും നൗഷാദും പറഞ്ഞത് ഏകദേശം 432ഓളം വാഹന അപകടങ്ങളാണ് കണ്ടത് എന്ന കാര്യമാണ്. ഇത് ഞാൻ കഴിഞ്ഞൊരു പോസ്റ്റിൽ പറഞ്ഞപ്പോൾ ഒരാളതിൻ്റെ താഴെ കമൻ്റ് ഇട്ടു, അതിത്ര കൃത്യമായിട്ട് എണ്ണി നോക്കിയോ എന്ന്. എണ്ണി, കാരണം അതൊരു തരം പ്രിക്കോഷനായിരുന്നു. ഇത്രയും വാഹനം ഓടിയിട്ടും അപകടം ഒന്നും പിണയാതെ തിരിച്ചെത്തിയതിൻ്റെ കാരണം ആ പ്ലാനിങ്ങിലുള്ള കൃത്യത കൊണ്ട് തന്നെയാണ്. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെയ്തതെന്താണെന്നറിയോ? വാഹനത്തിൻ്റെ സ്പീഡ് ലിമിറ്റ് സെറ്റ് ചെയ്തു വെച്ചു. എക്സ്പ്രസ് ഹൈവേകളിലൊക്കെ മറ്റെല്ലാ വാഹനങ്ങളും ഞങ്ങളിങ്ങനെ മറികടന്ന് ഇങ്ങനെ പോകുന്ന സമയത്തും നാസറും നൗഷാദും ഒരു അലോസരവും കാണിച്ചില്ല. 2 പേരും നല്ല ഡ്രൈവിംഗ് ബോധ്യമുള്ളവരായിരുന്നു. ഇത്രയും ദൂരം ഓടിയിട്ടും ഒരു ഫൈൻ പോലും കിട്ടിയില്ല. യാത്രയിൽ കാണുന്ന ആക്സിഡൻറ്റുകളെല്ലാം മൊബൈലിൽ പകർത്തണം എന്നൊരു കുസൃതി ആദ്യം മുതലേ നടപ്പാക്കിയത് അവർക്ക് തന്നെയുള്ള ഒരു സ്വയം ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ കരുതലോടെ മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് അപകടത്തിന് ഇത്രമാത്രം സാധ്യതകളുള്ള ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ചെയ്യാനുള്ള ഒരേ ഒരു വഴി. മറ്റ് പല രാജ്യങ്ങളിലും ട്രാഫിക് ബോധവൽക്കരണം കുഞ്ഞുനാൾ മുതൽ തന്നെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് പോലൊരു സംവിധാനം നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലില്ല. കാൽനടക്കാർക്കും അതുപോലെ തന്നെ സൈക്കിളിനുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം വഴിയൊരുക്കുന്ന സംവിധാനമൊക്കെ ഇപ്പോൾ നടപ്പിലായി സ്ലോ ആയിട്ട് വരുന്നതേ ഉള്ളൂ. ജനസാന്ദ്രത അത്രമാത്രം കൂടുതലുള്ള നമ്മുടെ രാജ്യത്ത് ഇതുപോലെ തന്നെ വാഹനപ്പെരുപ്പവും കൂടുന്നതോടുകൂടി അപകടത്തിനുള്ള സാധ്യതകൾ പിന്നെയും ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഞങ്ങൾ യാത്ര പോയപ്പോൾ കണ്ടത് ലാൻഡ് സ്ലൈഡിങ്ങിനെ തുടർന്ന് റോഡ് തന്നെ ഇല്ലാത്ത അവസ്ഥയുണ്ട്. സിക്കിമിൻ്റെയും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൻ്റെയും ഒക്കെ ഒരുപാട് പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന തീസ്ത നദിയിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് പാലങ്ങളും വീടുകളും റോഡുകളും എല്ലാം ഒലിച്ചു പോയ അവസ്ഥയുണ്ട്. ഞാനതൊക്കെ നാളെ തുടങ്ങുന്ന പരമ്പരയിൽ വിശദമായിട്ട് പറയാം. ഇപ്പോൾ ഞാനടക്കം ഒരു കാര്യം ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഏതെങ്കിലും വാഹനം ഓടിച്ചുകൊണ്ടോ അല്ലാതെയോ റോഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അപ്പം നമ്മൾ ഓർത്ത് വെച്ചോണം, ഡെമോക്ലസിൻ്റെ വാള് പോലെ ഒരു വാൾ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ തലയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കാരണം നിരപരാധികളായിട്ടുള്ള മറ്റ് മനുഷ്യരുടെ തലയിലേക്കോ എപ്പോൾ വേണമെങ്കിലും പതിച്ചേക്കാമെന്നൊരു ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ടാവണം. അത് സംഭവിക്കാതെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നന്ദി, നമസ്കാരം.